إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്നുള്ളത്. സൂറത്തു ശൂറയിലെ 49-50 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ, അല്ലാഹു തആല താൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, ചിലർക്ക് അല്ലാഹു തആല ആൺമക്കളെയും പെൺമക്കളെയും നൽകുന്നു. വയജഅലു മൻ യശാഉ അഖീമ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ സന്താനങ്ങളില്ലാതെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എന്നാണ്. അപ്പം നമുക്ക് ആൺമക്കളെ നൽകുന്നതും പെൺമക്കളെ നൽകുന്നതും നൽകാതെ പരീക്ഷിക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
അതുകൊണ്ട് തന്നെ സന്താനമെന്ന അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനവും ദുനിയാവിൻ്റെ അലങ്കാരമാകുന്നു എന്നാണ് സൂറത്തുൽ കഹ്ഫിന്റെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതേ അവസരത്തിൽ നമ്മുടെ സമ്പത്തും സന്താനവും നമുക്കുള്ളൊരു പരീക്ഷണം കൂടിയിട്ടാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കുള്ള പരീക്ഷണം മാത്രമാകുന്നു. സൂറത്തു തഗാബുനിന്റെ 15-ാമത്തെ ആയത്താണ്. നമ്മുടെ മക്കൾ നല്ലവരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള വഴി എന്താണ്? നമുക്ക് മക്കളെ നൽകിയത് റബ്ബാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് പഠിപ്പിച്ച പോലെ മക്കളെ വളർത്തുക എന്നുള്ളതാണ് അതിനുള്ള നന്ദി കാണിക്കൽ. എങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കൺകുളിർമയായി ലഭിച്ച മക്കൾ നമുക്കൊരു പ്രയാസകരമായി മാറും. ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രൂപത്തിൽ, ഇങ്ങനെ ഒരു മകനുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകളുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ കണ്ണീര് കുടിക്കേണ്ടി വരുന്നത് എന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറാതിരിക്കാൻ, മക്കൾ നമുക്ക് കൺകുളിർമയാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും ആ രംഗത്തും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു കുട്ടി പിറന്നു വീഴുന്നത് മുതൽ ആ കുട്ടിയുടെ വിഷയത്തിൽ പാലിക്കേണ്ട ഓരോ കാര്യങ്ങളും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടിക്ക് മധുരം കൊടുക്കുന്നത് മുതൽ, അതുപോലെ കുട്ടിയുടെ പേരിടുന്നത്, കുട്ടിക്ക് അഖീഖത്ത് അറുക്കേണ്ടത്, ആ കുട്ടിയുടെ മുടി നീക്കം ചെയ്യുന്ന വിഷയം, ഇങ്ങനെ ഓരോ രംഗത്തുമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കുപരി പ്രത്യേകമായി അവരെ ഉപദേശിക്കുവാൻ, അവർക്ക് മതത്തിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിന്റെ മേൽനോട്ടത്തിലുള്ള മലക്കുകൾ ശക്തന്മാരും പ്രബലന്മാരുമാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ, അല്ലാഹ് അവരോട് കൽപ്പിച്ചത് അവർ ധിക്കരിക്കുകയില്ല, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതവർ പ്രവർത്തിക്കുന്നതുമാകുന്നു എന്നാണ്. സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്താണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അദ്ദിബൂഹും വഅല്ലിമൂഹുമുൽ ഖൈർ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംസ്കാരം പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഖൈറായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിന്റെ ആദാബുകൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ ദീനി വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണം. നമ്മൾ നൽകാറുണ്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളൊന്ന് തെറ്റാതെ ഓതാൻ പോലും നമുക്കോ നമ്മുടെ മക്കൾക്കോ അറിയുമോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പള്ളിയിൽ ഒരു ദിവസം ഇമാമില്ലെങ്കിൽ മെഹ്റാബിൽ കയറി ഒന്ന് നമസ്കരിക്കാൻ, ഇമാമ് നിൽക്കാൻ നമ്മുടെ മക്കൾ പ്രാപ്തരാണോ? ലോകത്തുള്ള എല്ലാ വാർത്തകളും അവരറിയുന്നു. യൂട്യൂബ് ചാനലിൽ വരുന്ന കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കാര്യങ്ങളും റീൽസും ആ വ്ളോഗർമാരുടെ കൂടെ പോയി അവർ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുക എന്നല്ലാതെ ഇസ്ലാമിക പണ്ഡിതന്മാരെ പറ്റി അവർക്ക് വല്ല ധാരണയുണ്ടോ? വിശുദ്ധ ഖുർആൻ എത്ര മനഃപ്പാഠമാക്കി, സ്വഹാബത്തിന്റെ ചരിത്രം അവർക്കറിയുമോ? അങ്ങനെ ദീൻ പഠിപ്പിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങൾക്ക് കീഴിലുള്ളവരെ പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ചോദിക്കപ്പെടും. മക്കൾ എങ്ങനെയുള്ള ഡ്രസ്സാണ് വാങ്ങുന്നത് എന്ന വിഷയത്തിൽ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. ടെക്സ്റ്റൈൽസിൽ കൊണ്ടാക്കിയിട്ട് പോരും, ഒരു ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടെ എന്ന് കരുതുന്നത്, ആ പണം കൊണ്ട് കൊടുക്കും. ആ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധ ചെലുത്താൻ തയ്യാറാകുന്നില്ല.
മക്കളെ മൊബൈൽ ഫോണിൽ എന്താണ് കാണുന്നത് എന്നൊന്ന് ചിന്തിക്കാൻ പോലും രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല. സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുമ്പോ അവിടെ എത്തുന്നുണ്ടോ? കൃത്യമായ സമയത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ടോ? മറ്റു വല്ല ഏർപ്പാടുകളും അവർക്കുണ്ടോ എന്ന ഒരു ചിന്ത മക്കളെ സംശയത്തോടു കൂടി കാണണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത പ്രിയമുള്ള രക്ഷിതാക്കളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്ന് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതിന് പകരം ഹറാമിന്റെ പിന്നാലെ പോകുന്ന, ലഹരിയുടെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഗൗരവമായ ആലോചന നമുക്കുണ്ടാവണം. ഓരോ വിഷയങ്ങളും കൃത്യമായി മക്കൾക്ക് ഉപദേശിച്ച് നൽകണം. അത് ഏറ്റവും ഗൗരവമുള്ളത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. എന്റെ പൊന്നുമോനെ, നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് മഹാ അക്രമമാകുന്നു. സൂറത്തുൽ ലുഖ്മാനിന്റെ 13-ാമത്തെ ആയത്താണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും മരണാസന്നരായി കിടക്കുമ്പോ മക്കളോട് പറഞ്ഞ വസീയത്തിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും മക്കളോട് പറഞ്ഞു, യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ദീൻ തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നു, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. ശേഷം അല്ലാഹു പറയുന്നു, അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് അലൈഹിസ്സലാമിനെ മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു. ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ മക്കളോട് ചോദിച്ചു, മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. മക്കൾ പറഞ്ഞു, ഉപ്പാ, ഞങ്ങൾ ആരാധിക്കുക നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെയും ഇലാഹായ ഏകനായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴ്പ്പെടുന്നവരാണ് എന്നാണ്. പ്രവാചകന്മാര് അവരുടെ മക്കളോട് നടത്തുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഷിർക്കിന്റെ വിഷയത്തിലാണ്. മക്കളെ, നിങ്ങൾ ഷിർക്ക് ചെയ്യരുത്, അള്ളാഹുവിന് പുറമെയുള്ളവരെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് മുവഹിദുകളായ മക്കളോട് അവർ ഉപദേശം നടത്തുമ്പോൾ തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള പ്രതീക്ഷ നൽകണം. അള്ളാഹുവിനെ പറ്റിയുള്ള കൃത്യമായ അറിവ് നമ്മുടെ മക്കൾക്കുണ്ടാവണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖ്റ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ്. മോനെ, നീ ചെയ്യുന്നത് ഒരു കടുകുമണിയുടെ അത്ര ഭാരമുള്ളതാകട്ടെ, വളരെ നിസാരമായതാകട്ടെ, അതൊരു പാറക്കെട്ടിനുള്ളിലാകട്ടെ, ആകാശത്തോ ഭൂമിയിലോ എവിടെയാകട്ടെ, യഅതി ബിഹല്ലാഹ്, അള്ളാഹു അത് കൊണ്ടുവരും. ഉണ്ടോ? ആ ഒരു ബോധം മക്കൾക്ക് ഉണ്ടാവണം. മോനെ, നീ ചെയ്യുന്ന തെറ്റ് ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും, എത്ര നിഗൂഢതയിലാണെങ്കിലും, എല്ലാവരിൽ നിന്നും നീ ഒളിപ്പിച്ചു വെച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല കാണാത്ത കാഴ്ചകളില്ല, അവൻ കേൾക്കാത്ത ശബ്ദങ്ങളില്ല, അവൻ അറിയാത്ത കാര്യങ്ങളില്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ വഞ്ചനാപരമായ നോട്ടങ്ങളും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും റബ്ബ് അറിയുമെന്ന അള്ളാഹിനെ പറ്റിയുള്ള ഒരു അറിവ് നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അവൻ ഏത് നാട്ടിൽ പോയാലും, ഏത് സാഹചര്യത്തിൽ ജീവിക്കേണ്ട സന്ദർഭങ്ങളുണ്ടെങ്കിലും അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കും. അല്ലെങ്കിൽ എത്ര അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിലും, എത്ര നന്മ ചെയ്യാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിലും തിന്മയുടെ വഴികൾ തേടി നമ്മുടെ മക്കൾ പോകും. ഇല്ലേ? അള്ളാഹിനെ ഭയപ്പെടുന്നവരാണോ എങ്കിൽ ഏത് പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ദീൻ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നമസ്കാരം കൽപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാ. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മോനോട് പറയുന്നു, മോനെ, നീ നമസ്കാരം നിലനിർത്തുക. നമസ്കാരത്തിന്റെ വിഷയം വളരെ പ്രധാനമാണ്. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞത്,
വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയ. ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് നമസ്കാരവും സകാത്തും കൽപ്പിക്കുന്ന ആളായിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ സംതൃപ്തനുമാകുന്നു അദ്ദേഹം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക, ആ വിഷയത്തിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നാണ്. നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് വരാൻ പോലും പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ബാപ്പ പള്ളിയിലേക്ക് സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോ പ്രായപൂർത്തിയായ ആൺമക്കളെ ഒന്ന് കൈ പിടിച്ച് വിളിച്ചുണർത്തി പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പോലും കഴിയുന്നില്ല. അതേ മക്കളെ കൈ പിടിച്ചിട്ട് സ്വർഗത്ത് പോവാൻ കഴിയും നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിന് വരുമ്പോ, ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ, ദീനി ക്ലാസ്സുകൾക്ക് വരുമ്പോ മക്കളെ ഒന്ന് വാഹനത്തിൽ കയറ്റി കൊണ്ടുവരാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ആ മക്കളോടൊപ്പം കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ടൂർ പോകുമ്പോൾ നമ്മൾ മക്കളെ കൊണ്ടുപോകും, ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകും, കല്യാണത്തിന് പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകും. ദീനി ക്ലാസ്സുകളിലൊക്കെ പ്രായമുള്ള ആളുകൾ മാത്രമായിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ ഒരു ലോകത്തും മക്കൾ വേറെ ലോകത്തുമാണ് ജീവിക്കുന്നത്. ഉമ്മയും ഉപ്പയൊക്കെ ദീനിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പാലിച്ച് ജീവിക്കുമ്പോഴും മക്കൾ ദീനിനോട് വെറുപ്പുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കളുടെ കൂടെ കൂടുന്ന ഫ്രീ തിങ്കേഴ്സിന്റെ സ്വതന്ത്ര ചിന്തകരുടെ കൂടെ കൂടി ദീനെന്തിനാണ്, പരലോകമില്ല, അള്ളാഹു ഇല്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദീനിന്റെ അധ്യാപനങ്ങൾ നമ്മുടെ മക്കൾ കൃത്യമായി വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവണം. അല്ലെങ്കിൽ അവർ ഇസ്ലാം പഠിക്കല് ഏതെങ്കിലും ആളുകൾ ഫേസ്ബുക്കിൽ ഇസ്ലാമിനെ പറ്റി വിമർശിച്ച് എഴുതിയ ലേഖനത്തിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിൽ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ എതിർക്കുക എന്ന നിയത്ത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുടെ പ്രസംഗവും സംസാരവും ഒക്കെ കേട്ടിട്ട് അങ്ങനെ ആയിരിക്കും അവർ ഇസ്ലാം പഠിക്കുക. അങ്ങനെ ഇസ്ലാം പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും. മറിച്ച് ഇസ്ലാമിനെ കൃത്യമായി നമ്മളെ മക്കൾ പഠിക്കുന്ന രൂപത്തിൽ അവർക്ക് ദീൻ നമ്മൾ പഠിപ്പിക്കണം. നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നിർബന്ധപൂർവം ബോധപൂർവം നമ്മൾ ഒരുക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹു ചോദിക്കും, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ചോദിക്കപ്പെടും. ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് പറഞ്ഞു, യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ്, നീ സദാചാരം കൽപ്പിക്കണം, വൻഹാ അനിൽ മുൻകർ, ദുരാചാരം വിലക്കണം, വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിച്ച വിഷമതകളിൽ നീ ക്ഷമിക്കണം. നന്മ കൽപ്പിക്കുവാനുള്ള ഒരു ധൈര്യം മക്കൾക്ക് ഉണ്ടാവണം. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ എതിർക്കാവുന്ന ഒരു ധൈര്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. ഇത് ചെറിയ വിഷയത്തിന് പോലും അക്ഷമരായി ഒരു വേള ആത്മഹത്യയിലേക്ക് പോലും മക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ തോൽക്കും വിചാരിച്ചൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടി ജയിച്ചിട്ടുണ്ട്. ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് വാശി പിടിച്ച് ക്ഷമയില്ലാത്ത ഒരു സമൂഹമായിക്കൊണ്ട് നമ്മുടെ മക്കൾ മാറുന്നു. എന്തെങ്കിലും വാങ്ങിക്കൊടുക്കൂല എന്ന് പറഞ്ഞാൽ നിരമ്പറക്കുക, വീടിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ ശ്രമിക്കുക. ഈ രൂപത്തിൽ ആത്മഹത്യയിലേക്കും ആ തീരെ ക്ഷമയില്ലാത്തൊരവസ്ഥയിലേക്കും ദീനിനോടും ജീവിതത്തോടും ഒക്കെ ഒരു മടുപ്പുള്ള അവസ്ഥയിലേക്കും നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് എന്നുള്ള കൽപ്പന ഏറെ പ്രധാനമാണ്. പിന്നെ ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ആളുകളോട് പെരുമാറാൻ അറിയില്ല. വീട്ടിലേക്ക് ഒരാൾ വന്ന് ഉപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഉപ്പല്ല, നിങ്ങൾ പോയിക്കോളി അറിയും, നിങ്ങൾ കയറിയിരിക്കൂ എന്ന് പറയാൻ പോലുള്ള ഒരു അദബ് മക്കൾ ശീലിച്ചിട്ടില്ല. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒന്ന് സലാം പറഞ്ഞു തുടങ്ങണമെന്നുള്ള അദബ് പോലുമില്ല. മാതാപിതാക്കളോട് എങ്ങനെയാണ് സംസാരിക്കണമെന്നറിയില്ല. അധ്യാപകന്മാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഇന്നത്തെ വിദ്യാർത്ഥികൾ അധികം ആൾക്കാർക്കും അറിയില്ല. ബഹുമാനം തന്നെ ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അധ്യാപനം നമ്മൾ ആലോചിക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങളോട് കവിൾ കോട്ടരുത്. വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിലൂടെ നീ അഹന്തയോടുകൂടി നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളും അഹങ്കാരികളുമായവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം, ശബ്ദം താഴ്ത്തണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ,
ഏറ്റവും മോശമായ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാകുന്നു എന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. ഇതൊക്കെ ലുഖ്മാൻ അലൈഹിസ്സലാം മോന് നൽകിയ ഉപദേശമാണ്. അതുപോലെ മക്കൾക്ക് അള്ളാഹുവോടുള്ള കടമകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ പടപ്പുകളോടുള്ള കടമകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാ നന്മകളിലും അവരെ പങ്കാളികളാക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയുടെ ചുമരുകൾ പടുത്തുയർത്തുമ്പോ കൂടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൂടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുപോയിരുന്നു. അങ്ങനെ എല്ലാവിധ നന്മകളിലും നമ്മുടെ മക്കളെ പങ്കാളികളാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ കൺകുളിർമ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കൾ നന്നാകാൻ ഏറ്റവും ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഉത്തരം ചെയ്യപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുള്ളത്. മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ സദ്വർത്തരാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, സദ്വൃത്തരിൽ നിന്ന് നീ എനിക്കൊരാളെ പ്രദാനം ചെയ്യണമേ എന്ന് സൂറത്തു സോഫാത്തിന്റെ 100-ാമത്തെ ആയത്താണ്. സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, റബ്ബേ നിന്റെ അടുക്കൽ പരിശുദ്ധനായ ഒരു കുട്ടിയെ നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് പ്രദാനം ചെയ്യണേ എന്നാണ്. സൂറത്തു ആല ഇമ്രാനിന്റെ 38-ാമത്തെ ആയത്താണ്. സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും മക്കളെ സ്വാലിഹാക്കണേ, ത്വയ്യിബാക്കണേ എന്ന രൂപത്തിലാണ് പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണമേ, അല്ലെങ്കിൽ അകറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്തു ഇബ്രാഹിമിന്റെ 35-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. അതുപോലെ തന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഖുർആനിൽ വേറെയും ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളെ നന്നാക്കണേ എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടേണ്ടതുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, റബ്ബേ ഞങ്ങളുടെ ഇണകളിലും മക്കളിലും നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണമേ എന്ന് സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്തിൽ കാണാം. ഇങ്ങനെ ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കണ്ണ് കാണുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മക്കൾ ഉന്നതരായി മാറിയതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ, അവർ നല്ലവരാവാൻ, അവരുടെ സ്വഭാവം നന്നാവാൻ, പെരുമാറ്റം നന്നാവാൻ, സംസ്കാരമുണ്ടാകാനൊക്കെ മാതാപിതാക്കൾ മറ്റുള്ളവരോട് ഇങ്ങനെ പരാതി പറയുന്നതിനുപരി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ റജബ് മാസത്തിലാണ്. റജബ് മാസം ആകുമ്പോഴേക്ക് തന്നെ ഒരുപാട് കളവുകൾ അള്ളാഹുവിൻ്റെ പേരിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. റജബിന്റെ ആദ്യ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: റജബ് മാസത്തിൽ ഉംറ ചെയ്താൽ ഇത്ര മഹത്വമുണ്ട്, റജബ് മാസത്തിൽ മുഴുവൻ നോമ്പ് നോൽക്കണം, അതുപോലത്തെ റജബ് മാസത്തിൽ ഇങ്ങനെ നമസ്കാരമുണ്ട്, മെഹറാജ് നോമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ്
പല രൂപത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ തോന്നിയവർക്ക് തോന്നുന്നത് പറയാനുള്ളതല്ല, മറിച്ച് അല്ലാഹു തആല അറിയിച്ചത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് കൃത്യമായ പ്രമാണബദ്ധമാണ് നമ്മുടെ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഏത് വിഷയത്തിലും നമ്മൾ പാലിക്കേണ്ടത്. നമുക്കറിയാം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ എന്ന് പറഞ്ഞ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. റജബിൽ മറ്റു സന്ദർഭങ്ങളിൽ, മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് റജബിൽ തിന്മ ചെയ്താലെന്ന് ആയത്തുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നല്ലാതെ റജബ് പവിത്രമായ യുദ്ധനിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു എന്നല്ലാതെ റജബിൽ പ്രത്യേകമായ നമസ്കാരമോ നോമ്പോ പ്രത്യേകമായ ദിക്റുകളോ ദുആകളോ ആ റജബ് മാസത്തിൽ ഉംറക്ക് പ്രത്യേകമായ പ്രതിഫലമോ ഉള്ളതായി പ്രമാണങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം വല്ല കളവും കെട്ടിച്ചമച്ചാൽ, കളവ് പറഞ്ഞാൽ, ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ഇത്തരം മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, ഇത് ആര് പറഞ്ഞു? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? ഇതിന് വല്ല പ്രമാണമുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ അവരോട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്തനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ബിദ്അത്തിനെയും ബിദ്അത്തിന്റെ കക്ഷികളെയും കൈയൊഴിയാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു തആല സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ സാമ്പത്തികമായും ശാരീരികമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അള്ളാഹു തആല അവർക്കെല്ലാം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.